ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരെ ഒന്ന് പോയാലോ. എയർപോർട്ടിൻ്റെ അകവും ഫ്ലൈറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പല വീഡിയോകളും എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടമുള്ളവരൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും പറയുന്നത് പോലെ തന്നെ, എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഞാനും പറയുകയാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെർമിനൽ 3യുടെ ഫ്ലോറിലാണ്. ഇവിടെ നമ്മൾ ആളുകളെ പിക്ക് ചെയ്യാനായാലും ശരി, ഡ്രോപ്പ് ചെയ്യാനായാലും ശരി, നമ്മൾ അറൈവിലാണെങ്കിലും ഡിപ്പാച്ചറിലാണെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കാറ് പാർക്ക് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. ഇവിടെ വാലറ്റ് പാർക്കിങ്ങിൻ്റെ സൗകര്യമുണ്ട്. വണ്ടി നമ്മൾ അവരെ ഏൽപ്പിച്ചാൽ മതി, അവർ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് സേഫായിട്ട് നോക്കിക്കോളും. അതിൻ്റെ ചാർജ് കൊടുത്താൽ മതി. നമ്മൾ സ്വന്തമായിട്ട് പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ പോസ്റ്റിൽ ഓരോ ആൽഫബറ്റ്സ് ഉണ്ടാവും, EF എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്മളൊന്ന് മനസ്സിൽ ഓർമ്മ വെക്കുന്നത് നല്ലതാണ്. കാരണം വിശാലമായ പാർക്കിംഗ് ആണ്. ഒരുപക്ഷെ നമ്മൾ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തതെന്നിൽ നമുക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ ആ ഒരു ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ഒരു നമ്പറൊക്കെ നമ്മളെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം നമ്മളെ വണ്ടി കണ്ടുപിടിക്കാൻ സാധിക്കും. കൂടാതെ ഇവിടെ പ്രീപെയ്ഡ് ടാക്സി സൗകര്യമുണ്ട്. അത് അറൈവലിൽ എത്തിച്ചേരുന്നവർക്കാണ് കൂടുതലും ഉപയോഗിക്കേണ്ടി വരിക. നമുക്ക് അവിടെ പോകേണ്ട സ്ഥലവും മറ്റുമൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഏത് സൈസിലുള്ള ടാക്സിയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. ഡിപ്പാച്ചറിൽ തന്നെയുള്ള മറ്റൊരു സൗകര്യമാണ് ഈ സന്ദർശകർക്കുള്ള ഒരു സ്ഥലം. എയർപോർട്ട് എൻട്രി ടിക്കറ്റ് എടുക്കണം. നമ്മൾ യാത്രക്കാർ പോകുന്ന സ്ഥലത്ത് തന്നെ ഇതിൻ്റെ ഒരു കൗണ്ടർ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് 100 രൂപയാണ്. അകത്ത് ചെന്ന് കഴിഞ്ഞാൽ തന്നെ യാത്രക്കാരുമായിട്ട് വളരെ ഇതാണ് ഏരിയ, വിസിറ്റേഴ്സ് ഏരിയ. വളരെ വൈഡായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അവിടെയൊക്കെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് അപ്പുറം നിന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വരെ ടെലിഫോൺ വേണം. ആ രൂപത്തിലാണുള്ളത്. അതിൽ വലിയൊരു കാര്യമൊന്നുമില്ല. ഇത് ഇൻ കേസ് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് ലെഫ്റ്റിലാണ് ടോയ്ലറ്റ് സൗകര്യങ്ങൾ. പുറത്തായിട്ട് വിശാലമായിട്ടുള്ള ജെൻസ് ആൻഡ് ലേഡീസ് സൗകര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ടൈം ഏതാണ്, ടേക്ക് ഓഫിൻ്റെ ടൈം ഏതാണ് എന്നൊക്കെ നോക്കല്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബോർഡിൽ ആദ്യത്തെ കള്ളിയിൽ കാണിക്കുന്നത് ഫ്ലൈറ്റിൻ്റെ സമയമാണ്. അത് നമുക്കറിയാം, 12 മണി ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ 13 എന്ന രീതിയിലാണ് കാണിക്കുക. 13, 14. അപ്പോൾ 1 മണി, 2 മണി അങ്ങനെ നമ്മൾ കണക്കാക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. രണ്ടാമത്തെ കള്ളിയിൽ നമ്മൾ കാണുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫ്ലൈറ്റിൻ്റെ നമ്പറാണ്. ഓരോ എയർലൈൻസിൻ്റെയും എയർക്രാഫ്റ്റിന് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് മാത്രം നോക്കിയാൽ എയർ ഇന്ത്യയാണ് അല്ലെങ്കിൽ മറ്റ് ഇൻഡിഗോ ആണ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ ചെറിയ ടൈം ഡിഫറൻസിൽ തന്നെ പല ഫ്ലൈറ്റുകൾ ഉണ്ടായേക്കാം, ഒന്നിൽ കൂടുതൽ ഫ്ലൈറ്റുകൾ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ നമ്പർ നമ്മൾ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് എത്രയാണ് നോക്കിയിട്ട് ആ ബോർഡിൽ നോക്കിയിട്ട് നമ്മൾ കൺഫേം ചെയ്യുക. മൂന്നാമത് കാണുന്നത് ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് ആണ്. സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അറൈവ്ഡ് എന്ന് കാണിക്കുന്നതൊക്കെ എയർപോർട്ടിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമുക്കറിയാം. അതുപോലെ തന്നെ അറൈവൽ എന്നാണ് കാണിക്കുന്നുണ്ടെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, അറൈവൽ ചെയ്തിട്ടില്ല. കൺഫേം എന്ന് കാണിക്കുന്നതൊക്കെ ആ ടൈം കൺഫേംഡ് ആണ്, അതിൽ മാറ്റമൊന്നുമില്ല, ആ സമയത്ത് തന്നെ എത്തിച്ചേരും എന്നുള്ളതാണ്. ഡിലേ ഉള്ളത്, ഡിലേ കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലൈറ്റ് ഡിലേ ആണ്. അവിടെ ടൈം മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ട് ഇൻഫർമേഷൻ അതോറിറ്റിയിൽ അന്വേഷിക്കാവുന്നതാണ്. ഫ്ലൈറ്റിന് എന്താണ് ടൈം വൈകാൻ കാരണം എന്നൊക്കെ ശരിക്കും അവർ പറഞ്ഞു തരേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല, നിങ്ങൾക്കറിയാം എയർപോർട്ടിൽ തന്നെ തൂണുകളുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്, വണ്ടിയൊക്കെ പുറത്ത് പോയിട്ട് വരുന്ന വണ്ടിയാണെങ്കിൽ നമ്മളെ പിക്ക് ചെയ്യാൻ അവരോട് പറഞ്ഞു കൊടുക്കണം. ആ തൂണുമൊരു നമ്പർ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തൂണുമരും നമ്മൾ പാർക്കിങ്ങിലുള്ളത് പോലെ തന്നെ തൂണുമരും നമ്പർ ഉണ്ടാവും, 10, 11. അപ്പോൾ ഇന്ന പോസ്റ്റിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നവർക്ക് വളരെ ഈസി ആയിരിക്കും. ഇവിടെ ഞാൻ വിൽക്കാൻ വെച്ചിട്ടുള്ള ചെറുപ്പക്കാർക്കെല്ലാം വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ച കണ്ടു. അത് എൻഫീൽഡിൻ്റെ 2 വെറൈറ്റി ബുള്ളറ്റുകളാണ്. അതിൻ്റെ സെയിൽസ്മാനോട് ഞാൻ ചോദിച്ചറിയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇത് എൻഫീൽഡിൻ്റെ ഓഫ് റോഡ് വേർഷൻ 450 cc സിംഗിൾ സിലിണ്ടർ. ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കേരളത്തിലെ റോഡിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം, ഹിമാലയൻ വേർഷൻ. ഇത് എത്ര സിലിണ്ടർ പറഞ്ഞ? 2 സിലിണ്ടർ അല്ലേ? 2 സിലിണ്ടർ 650 cc, 4,45,000 രൂപ ഓൺ ദ റോഡ്. മൈലേജ് 21 മൈലേജ്, 243 kg ഉണ്ട്. സാധാരണ 155 അല്ലേ ബുള്ളറ്റ് വരുന്നുള്ളൂ അല്ലേ? 650 cc ഉണ്ട് അല്ലേ, ഡബിൾ സിലിണ്ടർ. ഇതിപ്പോൾ 4,45 റേറ്റ് വരുന്നത് അല്ലേ? ഓക്കെ, ഇതിൻ്റെ റേറ്റ് എത്തിരി വരുന്നത് ഹിമാലയൻ്റെ 382 ഓൺ ദ റോഡ്.
ഓക്കെ. അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ നിങ്ങളെ വെറുപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക്, ഷെയർ അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.